സ്റ്റാൻലിയെ കാണാൻ വേണ്ടിയിട്ട് സ്റ്റാൻലിയുടെ ഭാര്യയുടെ ചേച്ചി റീത്താമ്മയും സ്റ്റാൻലിയുടെ മോളും കൂടെ വരുന്നുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതും ആൻ്റപ്പൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നിൻ്റെ മുതലാളി ഇവിടെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടി ഇവിടെ കൊണ്ടുവന്നെന്ന് അറിഞ്ഞു, എന്താ ഈ കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ കേണൽ സാബിൻ്റെ മകളാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്, അകത്തുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലിയെ കാണാൻ വേണ്ടി റീത്താമ്മ പോകുന്നുണ്ട്. സ്റ്റാൻലിയെ കണ്ടതും പപ്പ എന്നും വിളിച്ചിട്ട് മോൾ അടുത്ത് പോയി ഇരിക്കുന്നുണ്ട്. മോൾക്ക് സുഖമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പപ്പയുടെ കൂടെ നിന്നാൽ മതി, റീത്താമ്മ സമ്മതിക്കില്ല ഇവിടെ നിൽക്കാൻ, എന്നെ നിർത്താൻ പറ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. റീത്താമ്മ സ്റ്റാൻലിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഒരു പെൺകുട്ടി ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, ഏതാണത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. സ്റ്റാൻലിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, അത് എൻ്റെ മകളാണ്, എനിക്ക് മറ്റൊരു പെൺകുട്ടിയിൽ ജനിച്ചതാണ്, കല്യാണത്തിന് മുമ്പ് എനിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു, അതിലുണ്ടായ കുട്ടിയാണ്, എനിക്ക് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ പറയാൻ സ്റ്റാൻലി? നിങ്ങൾക്ക് ഭാര്യയും കുട്ടികളും ഉള്ളതല്ലേ, ഒരു അവിഹിത ബന്ധത്തിലുണ്ടായ കുട്ടിയെ ഇവിടെ കൊണ്ട് നിർത്താൻ ഇവിടെ കോടതിയും എല്ലാം ഉണ്ട്, ഞങ്ങൾ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. മക്കളെക്കുറിച്ചെങ്കിലും ആലോചിക്കണ്ടേ, അവർ സ്കൂളിൽ പോകുന്ന കുട്ടികളല്ലേ, സ്കൂളിലേക്ക് പോകുമ്പോൾ ഓരോ കുട്ടികൾ അതിനെക്കുറിച്ച് ചോദിച്ചു അതിനെതിരെ എങ്ങനെ പ്രതികരിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ നീ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് റീത്താമ്മ സ്റ്റാൻലി ഒരുപാട് പറയുന്നുണ്ട്. സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല, അത് എൻ്റെ മകളാണ്, 23 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു മകൾ ജനിച്ചു, ഞാൻ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നത്, പക്ഷേ ഞങ്ങൾക്ക് ഒന്നിക്കാൻ കഴിഞ്ഞില്ല, അതെല്ലാം കഴിഞ്ഞ് ഞാൻ 3-4 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ അനിയത്തിയെ കല്യാണം കഴിച്ചത്, അത് എൻ്റെ കുറ്റമാണോ? സ്നേഹിച്ച പെണ്ണിനെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും കല്യാണം കഴിക്കാതെ ഇരിക്കുന്നില്ല, നിങ്ങൾക്ക് ഇത്രയും വലിയ അപമാനമാണെങ്കിൽ നിങ്ങൾ കേസ് കൊടുത്തോ, ഡിവോഴ്സ് അപ്ലൈ ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്. ഞാൻ ഒരിക്കലും മലീനയെ ഒഴിവാക്കാൻ പോകുന്നില്ല, അവൾ എൻ്റെ മകളാണ്, അവൾക്ക് വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ റീത്താമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. റീത്താമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, ഇതാണോ അതിനുള്ള മറുപടി? ഇവിടെ ഞങ്ങൾക്ക് 4 ആങ്ങളമാരുണ്ട്, അവർ വരും ഇതിനെക്കുറിച്ച് ചോദിക്കാം, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പോലീസും നാട്ടുകാരും ഉണ്ട്, അവരുടെ അടുത്തൊക്കെ പോയി പറയും, ഇത് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞല്ലോ, അപ്പോൾ ഇനി ഞാൻ എൻ്റെ വഴിക്കൊന്ന് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് റീത്താമ്മ ദേഷ്യം വന്നിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അലീനയുടെ റൂമിലേക്കും പോകുന്നുണ്ട്. സ്റ്റാൻലിയുടെ മകള് അലീനയെ കണ്ടതും ആരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ സ്റ്റാൻലി പപ്പയുടെ മകളാണ് എന്ന് പറയുന്നത്. ഞാനും ഇവിടുത്തെ സ്റ്റാൻലി പപ്പയുടെ മകളാണ്, നമ്മൾ രണ്ടുപേരും മകളാണല്ലേ, അപ്പോൾ എൻ്റെ ചേച്ചിയാണല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അലീനയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. അലീനയ്ക്ക് അവളെ കണ്ടതും ഒരുപാട് സന്തോഷത്തോടെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. റീത്താമ്മ പറയുന്നുണ്ട്, ഒരുപാട് കാലം നീ ഇവിടെ നിൽക്കില്ല, 90 ദിവസത്തെ കാലാവധി ഞാൻ നിനക്ക് തരാം, അതിനുള്ളിൽ നീ ഇവിടെ നിന്ന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ മോളെയും വിളിച്ച് റീത്താമ്മ താഴത്ത് പോകുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലിയുടെ മോള് കൂടെ വരുന്നില്ല, റീത്താമ്മൻ്റെ കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിണങ്ങിയിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ നിന്നാൽ മതി, പപ്പയുടെ കൂടെ നിന്നാൽ മതി, അപ്പോൾ നിന്നെ ആരാ നോക്കുക, അവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കാൻ, ഞാനല്ലേ നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, എനിക്ക് സ്കൂളിൽ പോകണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എനിക്കിവിടെ ഒരു ചേച്ചി ഉണ്ടല്ലോ, എന്നെ ചേച്ചി നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലിയുടെ മോള് പറയുന്നുണ്ട്. അപ്പോഴേക്കും അലീന വരുന്നുണ്ട്, വന്നിട്ട് പറയുന്നുണ്ട്, ആൻറ്റി പൊക്കോ, ഞാൻ കൊണ്ട് ആക്കിക്കോളാം, ഇവൾ ഒരു ദിവസം എൻ്റെ കൂടെ നിന്നോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് പറയും, നീ ആരാടി, ഇവിടെ കിട്ടുന്ന ഭക്ഷണം ഞണ്ണിയിട്ട് നീ ഇവിടെ ഇരുന്നാൽ മതി, അല്ലാതെ അഭിപ്രായം പറയാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഞങ്ങളാരും അടങ്ങിയിരിക്കുമെന്ന് വിചാരിക്കേണ്ട, ഞങ്ങളെല്ലാവരും കൂടി ഒരു വരവ് കൂടി ഇങ്ങോട്ട് വരും എന്നും പറഞ്ഞിട്ട് അവളുടെ അടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ കാറിൽ കയറി പോകുന്നുണ്ട്. സ്റ്റാൻലി അലീൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, റീത്താമ്മ ഇങ്ങോട്ട് വന്നിരുന്നു, നിന്നെ ഭീഷണിപ്പെടുത്തിയോ, നിനക്ക് എന്തെങ്കിലും ടെൻഷനുണ്ടോ? പേടിക്കേണ്ട ആവശ്യമില്ല, ആ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം, നീ നിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് ഇരുന്നാൽ മതി, അവരെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, ഞാൻ ആരാണ്, എന്തിനാ ഇവിടെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ചോദിച്ചു, ഞാൻ പറഞ്ഞു സ്റ്റാൻലി പാപ്പയുടെ മകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞത് തെറ്റായോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഇല്ല, നീ ഒരു പ്രാവശ്യം മാത്രം പറഞ്ഞാൽ പോരാ, 7 പ്രാവശ്യം പറയണം, അവരുടെ ചെവിയിൽ അത്രയും പ്രാവശ്യം പറഞ്ഞാലേ അത് മുളയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, ഞാനിവിടുന്ന് പൊക്കോളാം, ഇല്ലെങ്കിൽ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, നമുക്ക് മനസ്സമാധാനമല്ലേ വലുത് പപ്പ, അതുകൊണ്ട് ഞാനിവിടുന്ന് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സ്റ്റാൻലി പറയുന്നുണ്ട്, നീ ഒരിക്കലും ഇവിടുന്ന് പോകരുത്, നിനക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഇനി ആശ്രയം, അത് നീയും മനസ്സിലാക്കണം, ഈ വന്നവരും മനസ്സിലാക്കണം, ഇനിയും ഒരുപാട് പേര് വരും, അവർക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം, മോൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.